ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ടെക്സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചെറിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ്. MI ട്രൂ വയർലെസ് ഇയർഫോൺസ് ടു ബേസിക് എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആമസോണിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇതിൻ്റെ മോഡൽ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 48 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ കൂടാണ്ട് ചാർജിങ് പോർട്ട് വരുന്ന ടൈപ്പ് സി ആണ്. പിന്നെ അതിനകത്ത് ഇൻപുട്ട് വരുന്ന 5 വാൾട്ട്, അതുപോലെ തന്നെ വയർലെസ് കണക്ടിവിറ്റി ബ്ലൂടൂത്ത് 5.0 വരുന്നുണ്ട്. പിന്നെ ചാർജിങ് ടൈം ഏകദേശം ഒരു 1.5 അവേഴ്സാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഫുൾ ചാർജ് ആവുന്നതാണ്. പിന്നെ സപ്പോർട്ടഡ് ഓഡിയോ ഉണ്ട്. ഓഡിയോ കോഡക്ക് SBC AAC ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പിന്നെ വയർലെസ് റേഞ്ച് കാണിച്ചിരിക്കുന്ന 10 മീറ്റർ വരെ, ഓപ്പൺ സ്പേസ് വിത്തൗട്ട് ഒബ്സ്റ്റക്കിൾ. അപ്പോൾ 10 മീറ്റർ വരെ നമുക്കിത് ഇതിൻ്റെ ഒരു കണക്ഷൻ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോൺ ഒരു 10 മീറ്റർ ദൂരെയാണെങ്കിൽ കൂടി നമുക്ക് വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ക്ലാരിറ്റി തന്നെ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ ഇയർഫോണിൻ്റെ ബാറ്ററി ലൈഫിനകത്ത് കാണിച്ചിരിക്കുന്നത് 5 മണിക്കൂർ എന്നാണ്. തീർച്ചയായിട്ടും ഏകദേശം ഒരു 5 മണിക്കൂർ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ടോട്ടൽ ബാറ്ററി ലൈഫ് വിത്ത് ചാർജിങ് കേസ് കാണിക്കുന്നത് 20 മണിക്കൂറാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ടൈപ്പ് സിൻ്റെ ചാർജിങ് കേബിളുണ്ട്, പിന്നെ യൂസർ മാനുവലുണ്ട്, പിന്നെ ഈ ഒരു ഇയർഫോണും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെയ്ഡ് ഇൻ ചൈനയാണ് ഇത് പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആമസോൺ ദുബായിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്ന 100 ദിർഹംസ് ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൽ കൂടുതൽ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുശേഷം ഇങ്ങനെയൊരു കേസിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഹെഡ്ഫോൺ നമുക്ക് താഴെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, 2 ഹെഡ്ഫോൺ. അതേപോലെ തന്നെ അതിൻ്റെ ചാർജിങ് കേസ് ഇതിന് മുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ഹെഡ്ഫോണും അതുപോലെ ചാർജിങ് കേസും ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിങ് കേസ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ചാർജിങ് കേസാണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് വരുന്ന 5 വാൾട്ട്, അതുപോലെ 2 ആംബിയറാണ് വരുന്നത്. ഇൻപുട്ട് വരുന്ന 5 വാൾട്ട് 1 ആംബിയറൊക്കെയാണ് നമുക്കിതിനകത്ത് ഡീറ്റെയിൽസ് കാണിച്ചിരിക്കുന്നത്. കപ്പാസിറ്റി വരുന്നത് 410 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനൊരു കേസിലാണ് ഇത് വരുന്നത്. നമുക്കിപ്പോൾ ജസ്റ്റ് കേസിൻ്റെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചാർജ് ചെയ്യാനുള്ള ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ബൾബ്, ഒരു ലൈറ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് വരുന്നത്. നമുക്കിനി ഇവിടെ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ നമുക്കിവിടെ ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇയർഫോൺ വെക്കേണ്ടത്. അപ്പോൾ ഇയർഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇയർഫോൺ വരുന്നത്. അപ്പോൾ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ല ഒരു ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ഈ ഒരു ഇയർഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് മൈക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് മൈക്കാണ്. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ പോർട്ടിലേക്ക് വരുന്നൊരു ഏരിയ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഇയർഫോൺ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടച്ചിങ് സ്വിച്ചൊക്കെയാണ് വരുന്നത്. ഇവിടെ നമുക്കിനി ഇത് കേസിൽ വയ്ക്കാം. അപ്പോൾ ഇത് കേസിനകത്ത് വെച്ചാൽ ചാർജ് ആവും. അപ്പോൾ നിങ്ങൾക്ക് 2 LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഈ ഒരു ഇയർഫോണിൻ്റെ താഴെ തന്നെ 2 LED വരുന്നുണ്ട്. അപ്പോൾ അത് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇയർഫോൺ ഇങ്ങനെ പെയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയർഫോൺ ഇങ്ങനെ പുറത്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ MI ട്രൂ വയർലെസ് ഇയർഫോൺ എന്ന് പറഞ്ഞിട്ട് വരും. നമുക്കത് പെയർ ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു പറഞ്ഞ രീതിയിൽ തന്നെ അതിൻ്റെ ചാർജും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്.
ഏകദേശം ഒരു 5 മണിക്കൂറോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സോങ് ഒക്കെ കേൾക്കാൻ സാധിക്കും. എന്നാലും ഇതിൻ്റെ നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന 100 ദിർഹംസിനാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 100 ദിർഹംസിനുള്ള കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ടൈപ്പ് സിൻ്റെ ഒരു ചാർജിങ് കേബിളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ചാർജ് ചെയ്യേണ്ടത് നമ്മൾ ടൈപ്പ് സി ആണ് ചാർജ് ചെയ്യേണ്ടത്. നമുക്കവിടെ കാണാൻ സാധിക്കും ടൈപ്പ് സിൻ്റെ ഒരു ചാർജിങ് പോർട്ടും അത് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്തൊരു യൂസർ ഗൈഡും വരുന്നുണ്ട്, അങ്ങനെ ഒരു യൂസർ ഗൈഡും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇയർഫോൺ നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഇമ്പ്രഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് എല്ലാം നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് വഴി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് എൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടും, അതുപോലെ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം ചെവിയിൽ നമുക്ക് ഇരുന്നാലും ചാടിപ്പോകത്തില്ല. നമ്മളിപ്പോൾ ജോഗിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് ഓടിയാലോ അതേപോലെ അങ്ങനെയൊന്നും ചെവിയിൽ നിന്ന് ഊരിപ്പോകുന്ന ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്, ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. നിങ്ങളെല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസയ്ക്കായിട്ടുള്ള ഒരു മൂല്യം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.